അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ റൂഹുമായിട്ട് നമ്മൾ അടുക്കുമ്പോ നമ്മളറിയാതെ ഫുൾ ടൈം ഖുർആനിലാണ്, ദിക്റിലാണ്, സ്വലാത്തിലാണ്, അള്ളാഹുമായിട്ടുള്ള മുനാജാത്തിലാണ്. ആരും കാണാത്ത ഇബാദത്താണ് സൗമ്. നമ്മൾ പറഞ്ഞു മിനിയാന്ന്, ആരും കാണാതെ സ്വർഗത്തിലെത്തുന്ന ഒരു ടീമിനെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത് ഹദീസാണ് മക്കളെ. കഴിഞ്ഞ സമയം നമ്മൾ വിശദീകരിച്ചത്. ആരും കാണാതെ സ്വർഗത്തിലെത്തിയാണ് എങ്ങനെ എത്തുന്നത്? പക്ഷികളെ ചിറക് പോലെ പാറിപ്പറന്നവർ സ്വർഗത്തിൽ ഉല്ലസിക്കുകയാണ്. ഉല്ലസിക്കുകയാണ്. അപ്പോ സ്വർഗം കാക്കുന്ന മലക്ക് ചോദിക്കുകയാണ്, പോ നിങ്ങൾ എങ്ങനെ എവിടെ എത്തി? പറയാണ് ഞങ്ങൾ എവിടെ എത്തി. നിങ്ങൾ സിറാത്ത് പാലം ഇങ്ങനെ കടന്നു. നിങ്ങൾ സിറാത്ത് പാലം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഹിസാബ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? ഹിസാബ് നിങ്ങൾ നടത്തിയിട്ടില്ലേ? ചോദ്യങ്ങൾ വരുമ്പോൾ ഹിസാബ് ഞങ്ങൾ കണ്ടിട്ട് പോലുമില്ല, സിറാത്ത് പാലം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ എവിടെ എത്തി? അല്ലാഹുവിനെ രഹസ്യമായി ആരാധിച്ചപ്പോ അതിന് രഹസ്യമായി തന്നെ അവൻ ഞങ്ങൾക്ക് പ്രതിഫലം സ്വർഗമായി തന്നു. സുബ്ഹാനല്ലാഹ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു തന്ന ഹദീസ് നമ്മൾ വിശദീകരിച്ച് ഇവിടെ ചർച്ച ചെയ്തു അല്ലേ? ആ റമളാനാണ് വരുന്നത്. ആരും കാണാത്ത, ആരുടെ മുമ്പിലും പ്രദർശിപ്പിക്കാത്തൊരു ഇബാദത്ത്. അത് സൗമാണ്, നോമ്പാണ് അല്ലേ? ആ നോമ്പ് റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണ്, റബ്ബുമായിട്ടൊരു ലയനത്തിന്, റബ്ബുമായിട്ടുള്ള ഒരു കണക്ഷനാണ്. അത് റബ്ബിന് വേണ്ടിയിട്ടാണ് ആ നോമ്പ്. അതല്ലേ റബ്ബ് പറഞ്ഞത്, എല്ലാത്തിനും ഞാൻ പ്രതിഫലം, പക്ഷേ നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം ഞാനാ കൊടുക്കും, നിങ്ങളെ കണക്കാക്കണ്ട, അത് ഞാൻ അങ്ങോട്ട് കൊടുക്കും. അല്ലാഹു സുബ്ഹാനല്ലാഹ്. വല്ലാത്ത വർത്താനല്ല, അത് ഞാനാ കൊടുക്കുന്നത്. ഇവിടെ മോഡിൻ്റെ ഉറപ്പല്ല, വേറൊരുത്തൻ്റെ ഉറപ്പല്ല. അല്ലാഹ് തരും എന്ന് പറഞ്ഞാൽ തരും. അത് അള്ളയാണ് തരുന്നത്. ആ തരുന്നത് അല്ലാഹു സുബ്ഹാനല്ലാഹ്. അത് വല്ലാത്ത ഭാഗ്യമാണ് മക്കളെ. അപ്പം ലയനത്തിന് വേണ്ടത് റബ്ബുമായിട്ടൊരു ലയനം.